റൈറ്റിംഗ് പ്രോഗ്രാം ടു ഫൈൻഡ് വെദർ ഇറ്റ് ഈസ് സ്ട്രോങ് നമ്പർ ഓർ നോട്ട്. സ്ട്രോങ് നമ്പർ എന്ന് പറയുമ്പോൾ 145 ആണ് സ്ട്രോങ് നമ്പർ ആയിട്ടുള്ളത്. 145 എന്ന് പറയുമ്പോൾ 1 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ. ഇത് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ആക്ടിംഗ് കൊടുക്കുക. പിന്നെ ഉള്ളത് നമ്മൾ ഫാക്ടോറിയലിന്റെ ഫംഗ്ഷൻ, വേറെ എക്സ്റ്റേണൽ ഫംഗ്ഷൻ വെച്ചാണ് ഫാക്ടോറിയലിന്റെ ഫംഗ്ഷൻ. ഫാക്ടോറിയലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റെ ഫാക്ട് ഈ താഴെ വരുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ഫാക്ട് ഇന്റെ എ. അതിൻ്റെ അകത്ത് നമ്മൾ ഐയും എഫും നോർമലി നമ്മൾ ചെയ്യണ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതായത് ഒരു ഫോർ ലൂപ്പ് കൊടുക്കും നോർമൽ ഫാക്ടോറിയലിന്റെ അതേ രീതി. അതായത് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ എ. അതായത് സപ്പോസ് എത്ര കൊടുത്തെങ്കിൽ എട്ടുന്ന നമ്പർ കൊടുത്തെങ്കിൽ ഈ എട്ടിന്റെ ബാക്കിലേക്ക് തന്നെ ഡിജിറ്റ്സ് അല്ല, എട്ടിന്റെ ബാക്കിലേക്ക് തന്നെ ഡിജിറ്റ്സ് അല്ല ഇൻഡെക്റ്റ് വരും 8 ലെസ് ദാൻ എ. അത് ഓരോ തവണയും ഇങ്ങനെ ഐ പ്ലസ് പ്ലസ്, അതായത് ഫസ്റ്റ് 1 ആണ്, 1 തൊട്ടാണ് ഫാക്ടോറിയൽ എടുക്കുന്നത്, 0 എന്ന് എടുക്കില്ല. കാര്യം 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ഫസ്റ്റ് വന്ന് 0 ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 തന്നെയാണ് വരും. അപ്പം ഒരിക്കലും ഫാക്ടോറിയൽ നമ്മൾ ഒരിക്കലും എഫ് ഇസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, എഫ് ഇസ് ഇക്വൽ ടു 1 എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് 1 ഈ 1 ഇവിടെ ആഡ് ആയി, എഫ് ഇസ് ഇക്വൽ ടു 1 എന്നായി, എഫിന്റെ വാല്യൂ 1 എന്നായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 2 ചെയ്യും. അപ്പൊ 2 ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പൊ 1 ഇട്ടു, ഇവിടെ വീണ്ടും നമുക്ക് ഇവിടെ 2 കിട്ടി. പിന്നെ നെക്സ്റ്റ് ഇവിടെ വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഐ പ്ലസ് 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 ആകുമ്പോൾ 3 വരും. 3 അടുത്ത നമ്പർ ഇൻക്രിമെന്റ്, അതായത് 3 വരുമ്പോൾ 2 ഇൻറ്റു 3, ഇവിടെ ഓൾറെഡി 2 കിടപ്പുണ്ട്, 2 ഇൻറ്റു 3 6 ആവും. പിന്നെ വീണ്ടും മുകളിലേക്ക് 4 കിടക്കും, 4 വീണ്ടും വരുമ്പോൾ ഇവിടെ 6 ഇൻറ്റു 4 അങ്ങനെ ഇത് വരും. അതാണ് ഈ ഫാക്ടോറിയലിന്റെ മെയിൻ ഫംഗ്ഷൻ. അത് നമ്മൾ റിട്ടേൺ എഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഓൾറെഡി ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എടുത്തേക്കുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇൻറ്റ് n, അതായത് നമ്മൾ എടുക്കുന്ന നമ്പർ. പിന്നെ എ എന്ന് പറഞ്ഞൊരു ഇത്, അതായത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ നമ്മൾ സെറ്റ് ചെയ്യാണല്ലോ, അപ്പൊ അതിനാണ് ഈ n എടുത്തേക്കുന്നത്. പിന്നെ ആറ് എന്ന് പറയുമ്പോൾ ഈ വൈൽ ലൂപ്പിൽ ചേരുമ്പോൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 നമുക്ക് വേറെ ഇതിലേക്ക് ഇടാൻ, അതുകൊണ്ടാണ് 6 എടുക്കുന്നത്. പിന്നെ സമ്മിന് ഒരു എസ് എടുത്തേക്കുന്നത്, സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എൻ്റർ ദ നമ്പർ, നമ്മൾ നമ്പർ മേടിച്ചു. ഈ നമ്പർ ഈ n എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ മേടിച്ചത് നമ്മൾ ഒരു എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതായത് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഈ ലൂപ്പിൽ സ്ട്രോങ് ആണ് ചെക്ക് ചെയ്യാണല്ലോ, അത് ഇപ്പോഴാണെങ്കിൽ സ്ട്രോങ് ആണ് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ എയിലേക്ക് നമ്മൾ നമ്പർ സ്റ്റോർ ചെയ്യും. പിന്നെ ഉള്ളത് നമ്മൾ വൈൽ ലൂപ്പിലേക്ക്. വൈൽ ലൂപ്പിൽ സിമ്പിൾ ആയിട്ട് വൈൽ n ഗ്രേറ്റർ ദാൻ 0, അതായത് n ലെസ് ദാൻ 0 ചെയ്യാൻ പറ്റും. n എപ്പോഴും ഗ്രേറ്റർ ദാൻ 0, r is equal to n മോഡുലേഷൻ. ഇപ്പൊ സപ്പോസ് ഒരു 126 ആണെങ്കിൽ 126 മോഡുലേഷൻ എന്ന് പറയുമ്പോൾ മോഡുലേഷൻ 10 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്, അതായത് നമുക്ക് റിമൈൻഡർ ആണ് കിട്ടുന്നത്, അതിന്റെ വാല്യൂ 6 ആയിരിക്കും, ലാസ്റ്റത്തെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ മോളിൽ വരുമ്പോൾ, അതായത് കോസ്റ്റന്റ് വരുമ്പോൾ 120 വരും, റിമൈൻഡർ താഴെ 6 എന്നായിരിക്കും. അതാണ് ഈ മോഡുലോ ഡിവിഷന്റെ വാല്യൂ. ഈ പെർസെന്റേജ് സൈൻ കണ്ടപ്പോൾ വിചാരിക്കുക അതിന്റെ റിമൈൻഡർ, നിങ്ങൾ എന്ത് നമ്പർ കിട്ടിയാലും ആ നമ്പർ അതായത് ഡിവൈഡ് ബൈ 10 കൊടുക്കും. അപ്പൊ അതിനകത്ത് റിമൈൻഡർ ആണ് 6. അപ്പം സപ്പോസ് ഈ 145 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ ഈ 145ന്റെ ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടിയില്ലേ, 5 എന്ന് പറഞ്ഞ നമ്പർ മാത്രം വന്നില്ലേ. അപ്പൊ നമ്മുടെ എസ് ഈസ് ഇക്വൽ ടു സം ഇസ് ഇക്വൽ ടു സമ്മിന് നമ്മൾ ഫസ്റ്റ് 0. ഈ പ്ലസ് ഇവിടെ 0 കൊടുക്കണ കൂടാൻ വെച്ചാൽ വൺ കൊടുക്കാൻ പറ്റില്ല, കാര്യം ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണെപ്പോഴും കൂടിപ്പോയി. അപ്പൊ നമ്മൾ 0 കൊടുക്കുക. പ്ലസ് 1 എടുക്കുമ്പോൾ 0 കൊടുക്കാൻ പറ്റില്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെ എടുക്കുമ്പോൾ 0 കൊടുക്കില്ല. അപ്പം നമ്മളിവിടെ എസിന് 1 കൊടുത്തു, എസിന് 0 കൊടുത്തു, 0 കൊടുത്തു. അപ്പൊ 0 ഇവിടെ ഫാക്ട് ഓഫ് ആർ. ഈ 6 എന്ന് പറഞ്ഞ സാധനം നമുക്ക് അതായത് നമ്മൾ 145 ആണെങ്കിൽ ഈ 5 ആയിരിക്കില്ല നമുക്ക് കിട്ടിയത്, ഈ 5 6 ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് പറയാണ് ഫാക്ട് ഓഫ് 5. ഈ ഫാക്ടോറിയൽ ഫംഗ്ഷനിലേക്ക് പോകും. ഇവിടെ 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫാക്ടോറിയലിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് 5ന്റെ ഫാക്ടോറിയൽ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഭാഗത്ത് നമുക്ക് ഫാക്ടോറിയൽ ഈ 5ന്റെ ഫാക്ടോറിയൽ, അത് നമുക്ക് 120 ആണ്, അത് നമ്മൾ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് n/10, അതായത് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ, അതായത് 10 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 345 നമ്പർ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പിന്നെ നമുക്ക് 14 ആണ് വരുന്നത്. അപ്പം ടോപ്പിൽ ഇവിടെ 14 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം അടുത്ത ഈ ലൂപ്പ് 14 വരും. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ 14 വരുമ്പോൾ 14 ആണ്. 14 ഡിവൈഡ് ബൈ 10 ആകുമ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നത് 4 ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് 4 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. ഈ 4ന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 4ന്റെ ഫാക്ടോറിയൽ വരും. 4ന്റെ ഫാക്ടോറിയൽ പിന്നെ ഡിവൈഡ് ബൈ 10, അതായത്
പിന്നെ നമുക്ക് ആകെയുള്ളത് 14 ഡിവൈഡ് ബൈ 10 വരുമ്പോൾ 1 വരും. 1 കഴിഞ്ഞ് റിമൈൻഡർ 4 അല്ലേ, അത് വീണ്ടും മുകളിൽ തരും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിന് മുകളിൽ ഡിജിറ്റ് 0 1 കിട്ടും. അപ്പോൾ ഇങ്ങനെ ആഡ് ആവും. ഈ എസ്സിലേക്ക് ഇങ്ങനെ ഓരോ തവണ ലൂപ്പിൽ ആഡ് ആവും. നെക്സ്റ്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അത് സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഈ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. എവിടെ ഈ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചത്. അപ്പം ഈ എയിലേക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ നമ്പർ ഇല്ലേ, ഈ നമ്പർ, അതായത് ഈ സം, നമ്മൾ ഓൾറെഡി സം കണ്ടുപിടിക്കല്ലോ. ഈ എയിലേക്കും ഈ സമ്മും ഈക്വലാണെന്ന് നോക്കും. ഈക്വലാണെങ്കിൽ സ്ട്രോങ് നമ്പർ, അല്ലെങ്കിൽ നോട്ട് സ്ട്രോങ് നമ്പർ, അതായത് സ്ട്രോങ് നമ്പർ. പിന്നെ ഇൻഡ്യൂ ആണത് സീറോ. അത് സിമ്പിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഒന്നുകൂടെ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യുന്നത് enter the number 145. It's a strong number. വേറെ സ്ട്രോങ് നമ്പർ ഇല്ല. ചുമ്മാ 140 നോട്ട് എ സ്ട്രോങ്. അത്രയാണ് ഈ സ്ട്രോങ് നമ്പറിന്റെ പ്രോഗ്രാം മെയിൻ ആയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാനേ മനസ്സിലുള്ളൂ. ഓക്കെ, താങ്ക് യു.